ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് 2025 വന്നിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ എ പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോം നമ്മൾക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുക? നമ്മൾക്ക് ഇങ്ങനെയുള്ളത് ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ സിമെട്രി എങ്ങോട്ടാണ് സിമെട്രിക് ആയിട്ടുള്ളത്, പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി ആണോ പെർഫെക്റ്റ്ലി എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ പോസിറ്റീവ്ലി നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഈ രീതിയിലായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് പെർഫെക്റ്റ്ലി സിമെട്രിക് ആണ് എങ്കിൽ പിന്നെ സിമെട്രിക് എബൌട്ട് z is equal to 0 എന്ന് പറയുന്നതിനോട് നമ്മൾക്ക് സിമെട്രിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും, അതിൻ്റെ സ്ക്യൂനെസ് എന്താണ്, 0 അല്ലേ. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത്. അടുത്തതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അതിൻ്റെ മീനും മീഡിയനും മോഡും എല്ലാം എന്തായിരിക്കും, തുല്യമായിരിക്കും. അതിൻ്റെ കാരണം എന്താ, അത് തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യൻ്റെ അതേ തിയറിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിമെട്രിക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അതിൻ്റെ മിഡിൽ വാല്യൂ അല്ലേ, അതിൻ്റെ ഏറ്റവും പീക്ക് വാല്യൂ ആയിരിക്കും നമുക്ക് അതിൻ്റെ മീനും മീഡിയനും മോഡും എല്ലാം എന്തായിരിക്കും. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെത് മീൻ, മീഡിയൻ, മോഡ് എല്ലാം എന്തായിരിക്കും, തുല്യമായിരിക്കും. സോ നമ്മൾക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 എറർ മീൻസ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് 1 എറർ എന്താണ് അല്ലേ. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് എന്താ, റിജക്റ്റിംഗ് ദി നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഒരു ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസ് അല്ലെ, റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളതാണ് എന്ത്, ഡയറക്റ്റ് ടൈപ്പ് 1 എററിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് എന്താ വരുന്നത്, ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫ്രീ ഫ്രം യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്താണെന്നുള്ളതാണ്. അപ്പം മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിൽ ഫ്രീ ആയിട്ടുള്ളത്. അപ്പം എന്തില്ല, അതിന് യൂണിറ്റ് ഇല്ല അല്ലേ. അപ്പൊ യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അതിൽ സ്റ്റാൻഡേർഡ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അല്ലേ. ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അതാണ് ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉള്ളത് അല്ലേ. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച് ഇത് മൂന്നും ആണ് എങ്കിൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, അതിൻ്റെ യൂണിറ്റ് നമ്മൾക്ക് എന്താണോ നമ്മുടെ ഒബ്സർവേഷൻസ് തന്നിട്ടുള്ളത് ആ ഒബ്സർവേഷൻസിൻ്റെ അതേ യൂണിറ്റ് ആയിരിക്കും എന്തിനുണ്ടാവുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച് ഇത് മൂന്നിനും ഉണ്ടാവുന്നത് നമുക്ക് എന്തായിരിക്കും, ആ ഏതാണോ നമ്മുടെ ഒബ്സർവേഷൻ. ഇപ്പോൾ സപ്പോസ് മാർക്സ് ആണ് എങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് എന്തായിരിക്കും, മാർക്സ് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, അതിൽ നമുക്ക് വേറെ ഏതാണോ ഒബ്സർവേഷൻ്റെ യൂണിറ്റ് അത് തന്നെയായിരിക്കും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് റേഞ്ച് ഇതിന് മൂന്നും ഉണ്ടാവുന്നത്. പക്ഷേ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, റേഷ്യോ ആണ് അല്ലേ. സോ അതിൽ എന്തുണ്ടാവില്ല, റേഷ്യോ ആയതുകൊണ്ട് തന്നെ ആ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന് നമ്മൾക്ക് യൂണിറ്റ് ഉണ്ടാവില്ല, യൂണിറ്റ്ലെസ് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഇഫ് n ആർ സെലക്ടഡ് ഫ്രം ക്യാപിറ്റൽ N യൂണിറ്റ്സ് ദർ വുഡ് ബി ഡാഷ് നമ്പർ ഓഫ് സാമ്പിൾസ്. അപ്പോൾ നമ്മൾക്ക് എത്ര തന്നിരിക്കുന്നത്, n യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. ആ n യൂണിറ്റ്സിൽ നിന്നും നമ്മൾ എത്രയാണ് ചൂസ് ചെയ്യുന്നത്, സ്മോൾ n യൂണിറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലേ. ചൂസിങ്, അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് ആക്ച്വലി ചൂസിങ് n ഫ്രം ക്യാപിറ്റൽ N, അതായത് NCN ആയിരിക്കും നമ്മൾക്ക് എന്ത്, ഇവിടെയുള്ള നമ്പർ ഓഫ് സാമ്പിൾസ് അല്ലേ. ഇത് കോമ്പിനേഷൻ ആണ് വരിക. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് വുഡ് ബി NCN ആയിരിക്കും. അടുത്തതിനെ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ വിത്ത് K ട്രീറ്റ്മെന്റ്സ് ആൻഡ് R എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് എറർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എറർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്ന് നമ്മൾക്ക് എന്ത് കുറയ്ക്കണം, മൈനസ് നമ്മൾക്ക് എക്സ്പെരിമെന്റൽ എറർ കൊടുക്കണം അല്ലേ. സോ എക്സ്പെരിമെന്റൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയ്ക്കണം. സോ ടോട്ടൽ നമ്പർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തായിരിക്കും, 6 ആണ് അല്ലേ. സോ 6 എക്സ്പെരിമെന്റ്സ് ആണുള്ളത്. സോ
ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി r-1. കാരണം r എണ്ണത്തിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഉണ്ടാവുള്ളൂ? n-1 ഉണ്ടാവുള്ളൂ. ഒന്ന് കുറവായിരിക്കും. കാരണം മൂവ്മെന്റ് ആണ് അല്ലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ r-1 ആയിരിക്കും. മൈനസ് നമ്മൾക്ക് എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെ, എക്സ്പെരിമെന്റ് അല്ല, സോറി, ഇവിടെ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. സോ ട്രീറ്റ്മെന്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ട്രീറ്റ്മെന്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്ര ട്രീറ്റ്മെന്റ് ഉണ്ട്? k ട്രീറ്റ്മെന്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്താ കുറയ്ക്കണം? അപ്പോൾ 1 കുറയ്ക്കണം. സോ r-1 മൈനസ് k-1 ആണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r- k അല്ലേ. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരാം. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? MLE അൺബയാസ്ഡ് ആണോ, MLE കൺസിസ്റ്റന്റ് ആണോ, MLE ഈസ് യുണീക്ക് ആണോ, നൺ ഓഫ് ദീസ് അല്ലേ. സോ MLE എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് അല്ലേ. അപ്പോൾ MLE അൺബയാസ്ഡ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. MLE നമ്മൾക്ക് എന്താവാം? ബയാസ്ഡ് ആവാം. കാരണം എന്താ? MLE ബയാസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ളത് സാമ്പിൾ ചെറുതാണ് എങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ MLE എന്തായിരിക്കും? ബയാസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ അവിടെ മാക്സിമം ആണ് എടുക്കുന്നത് അല്ലേ. സോ അത് ബയാസ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. MLE കൺസിസ്റ്റന്റ്, ഇൻ ജനറൽ MLE എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. അതിനുള്ള കാരണം എന്താ? സാമ്പിൾ സൈസ് വലുതാവുന്നതിനനുസരിച്ച് അല്ലെ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് സാമ്പിൾ സൈസ് ഇൻക്രീസസ് ആണ് അല്ലെ. അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ദ ട്രൂ പാരാമീറ്റർ വാല്യൂയിലേക്ക് നമ്മൾക്ക് വാല്യൂ പോകണം അല്ലെ, എസ്റ്റിമേറ്റർ പോകണം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ MLEയുടെ കേസിൽ നമ്മൾക്ക് എന്തായിരിക്കും? സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ MLE എന്ത് ചെയ്യും? നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ദി ട്രൂ പാരാമീറ്റർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾക്ക് ആൻസർ ബി ആണ് വരിക. MLE യുണീക്ക് ആവണമെന്ന് ഓൾവേസ് നിർബന്ധമില്ല. സോ ഓപ്ഷൻ സിയും നമ്മൾക്ക് ഫോൾസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡെത്ത് റേറ്റ് ഒബ്റ്റെയിൻഡ് ഫോർ എ സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇസ് നോൺ ആസ് എന്താണെന്നാണ്? ക്രൂഡ് ഡെത്ത് റേറ്റ് ആണോ, സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ് ആണോ, സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആണോ, നൺ ഓഫ് ദീസ്? നമ്മൾക്ക് ആൻസർ വരുന്നത് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആണ്. കാരണം നമ്മളോട് ഒരു സെഗ്മെന്റിന്റെ ഡെത്ത് റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതൊരു സ്പെസിഫിക് സെഗ്മെന്റിന്റെ ആണ് നമ്മൾക്ക് സ്പെസിഫിക് ഡെത്ത് റേറ്റ് വരുന്നുണ്ടാവുക അല്ലെ. സോ അപ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും ഇവിടെ നമ്മൾക്ക് ആൻസർ വരുന്നത് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആണ് അല്ലെ. സോ സ്പെസിഫിക് സെഗ്മെന്റിൻ്റെതാകുമ്പോൾ നമ്മൾക്ക് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആയിരിക്കും. ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്ക് എന്താ, അത് എൻറ്റയർ പോപ്പുലേഷനെയാണ് നമ്മൾ എടുക്കുന്നത്, ക്രൂഡ് ഡെത്ത് റേറ്റ് എടുക്കുന്നത് അല്ലേ. സോ നമ്മൾക്ക് ബാക്കിയുള്ളതെല്ലാം ഫോൾസ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. Next, a random variable x takes only value 1 and beta with positive probability. Expectation of x നമ്മൾക്ക് തന്നിട്ടുണ്ട് is equal to p of x is equal to 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? x എടുക്കുന്നത് 1ഉം അതുപോലെ തന്നെ നമ്മൾക്ക് x എടുക്കുന്നത് നമ്മൾക്ക് എന്തുവാണ്? ബീറ്റയും ആണ് അല്ലേ. വിത്ത് അതിന്റെ പ്രോബബിലിറ്റി എന്താ? 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി, സപ്പോസ് 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി ഞാൻ p എന്ന് എടുത്തു കഴിഞ്ഞാൽ ബീറ്റ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് പി ആയിരിക്കും. കാരണം ആകെ 2 ഒബ്സർവേഷൻസ് നമ്മൾക്ക് റാൻഡം വേരിയബിൾ എടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന്റെ എക്സ്പെക്ടേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരിക്കും? 1 ഇൻറ്റു ഡിസ്ക്രീറ്റ് ആണ്. സോ 1 ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി പി പ്ലസ് ബീറ്റ ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി 1 മൈനസ് പി. സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് പി പ്ലസ് ബീറ്റ ഇൻറ്റു 1 മൈനസ് പി അല്ലേ. സോ ഇതാണ് നമ്മൾക്ക് എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു കണ്ടീഷനും കൂടെ അവർ തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എന്താണ് ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1? എക്സ് 1 ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ പി എന്ന് എടുത്തു അല്ലേ. സോ അത് പി ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? പി പ്ലസ് ബീറ്റ ഇൻറ്റു 1 മൈനസ് പി. അപ്പോൾ പിയും പിയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ ഇൻറ്റു 1 മൈനസ് പി ഇസ് ഈക്വൽ ടു 0. പക്ഷേ ഈ 1 മൈനസ് പി നമുക്ക് ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. കാരണം നമ്മൾക്ക് എന്താണ്? പോസിറ്റീവ് പ്രോബബിലിറ്റി ആണ് എന്ന് നമ്മൾക്ക് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ പി എന്താണ്? പി ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഓൺലി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബീറ്റ 0 ആയിരിക്കണം. സോ നമ്മൾക്ക് ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരിക. Next question, in a set of values 0, 5, 8, 9 and 100 ആണ് ഇത്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ആവറേജ്. അപ്പോൾ വാല്യൂസ് നോക്കുക, നമ്മൾക്ക് 0 ഉണ്ട്, 5 ഉണ്ട്, 8, 9, then 100. അപ്പോൾ ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ട് 100 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ സ്യൂട്ടബിൾ ആവുന്ന ആവറേജ് കണ്ടുപിടിക്കാൻ ജിയോമെട്രിക് മീൻ ആവോ, അരിത്തമെറ്റിക് മീൻ ആവോ, ഹാർമോണിക് മീൻ ആവോ, മീഡിയൻ ആവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അരിത്തമെറ്റിക് മീൻ ആവുമ്പോൾ നമ്മൾ എൻറ്റയർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ഹാർമോണിക് മീൻ ആണെങ്കിലും അതെ, ജിയോമെട്രിക് മീൻ ആണെങ്കിലും എല്ലാം നമ്മൾക്ക് ഇവിടെ എൻറ്റയർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മീൻ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, നമ്മൾക്ക് ബിഗർ വാല്യൂ ആയിട്ട് മാറും. പക്ഷേ ഈ ഒബ്സർവേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, നമ്മൾക്ക് ഇവിടെ ഉള്ളത് ഏകദേശം മീൻ വാല്യൂ നമ്മൾക്ക് 5, 8, 9 ആ ഒരു റേഞ്ചിലാണുള്ളത് അല്ലേ. സോ ഇവിടെ മീഡിയൻ ആണ് നമ്മൾക്ക് എന്ത് വരിക, നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആവറേജ് വരിക. എന്തായിരിക്കും മീഡിയൻ വാല്യൂ, നമ്മൾക്ക് 8 ആയിരിക്കും ഇവിടെയുള്ള മീഡിയൻ വാല്യൂ അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് n ഒബ്സർവേഷൻ ഈസ് സിഗ്മ ബൈ എക്സ് ബാർ. ഈച്ച് ഓഫ് ദീസ് n ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ k, then the coefficient of variation of the new set of observation. അപ്പോൾ നമ്മൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്. ജനറലി അതിൻ്റെ ഇക്വേഷൻ സിഗ്മ ബൈ എക്സ് ബാർ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്താ n ഒബ്സർവേഷൻസ് ആണുള്ളത്. ഈ n ഒബ്സർവേഷൻസും നമ്മളൊരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ സിഗ്മ അല്ലേ, ന്യൂ സിഗ്മ എന്തായിട്ട് മാറും, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എല്ലാ വാല്യൂസും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസ്റ്റന്റിന്റെ മോഡുലസ് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, മോഡുലസ് ഓഫ് എ ഇൻറ്റു സിഗ്മ ആയിരിക്കും. അതുപോലെ എക്സ് ബാർ എടുക്കുകയാണെങ്കിലോ എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു എൻ ന്യൂ എക്സ് 1 ബാർ എടുക്കാം, എൻ ഇൻറ്റു എക്സ് ബാറും ആയിരിക്കും അല്ലേ. സോ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റാൻഡേർഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്തായിട്ട് മാറി, എ ഓക്കെ ഇവിടെ എൻ എന്നാക്കാം. സോ എൻ ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ എൻ എക്സ് ബാർ അല്ലേ. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് എന്ത് വരും, സിഗ്മ ബൈ എക്സ് ബാർ എന്ന് വരും. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻ 4 blue, 5 green and 3 white balls. The probability of 3 balls being of different color when the ball is replaced after each draw ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എത്ര ബോൾസ് എടുക്കുന്നത്, 3 ബോൾസേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിൽ തന്നെ നമ്മൾക്ക് 4 ബ്ലൂ ബോൾസ് ഉണ്ട്, 5 ഗ്രീൻ ബോൾസ് ഉണ്ട്, 3 വൈറ്റ് ബോൾസും ആണുള്ളത് അല്ലേ. അപ്പം 3ഉം ഡിഫറെൻറ്റ് കളർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായിരിക്കണം, ഒന്ന് ബ്ലൂ ആയിരിക്കണം, ഒന്ന് നമ്മൾക്ക് ഗ്രീൻ ആയിരിക്കണം, ഒന്ന് നമ്മൾക്ക് എന്തുമായിരിക്കണം, വൈറ്റും ആയിരിക്കണം അല്ലേ. ഈ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇതെന്താണ്, വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, എത്ര ബ്ലൂ ഉണ്ട്, 4 ഔട്ട് ഓഫ് 12. സോ 4/12 ഇൻറ്റു ഗ്രീൻ എത്ര ഉണ്ട്, 5 ഗ്രീൻ ഉണ്ട്, അതിൽ എത്ര ഔട്ട് ഓഫ് 12. ആൻഡ് വൈറ്റ് എത്ര ഉണ്ട്, 3 എണ്ണം ഔട്ട് ഓഫ് 12 അല്ലേ. സോ 4ഉം 12ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 5/12 ഇൻറ്റു 12 144. സോ 5/144 ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരും. അടുത്ത, ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് 0.3, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 heads ഓഫ് എ കോയിൻ when it is tossed 4 times? അപ്പോൾ നമ്മൾ ഒരു പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് എന്താ, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്, പി ഇസ് ഈക്വൽ ടു 0.3 ആണ്. അപ്പോൾ അതെന്ത് ചെയ്തു, റിപ്പീറ്റ് 4 തവണ ടോസ് ചെയ്തു. ആ സെയിം കോയിൻ നമ്മൾ എന്ത് ചെയ്തു, 4 തവണ ടോസ് ചെയ്തു. സോ 4 തവണ ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ n ടൈംസ് n ഇസ് ഈക്വൽ ടു 4 ആണ് അല്ലേ. അവിടെ നമ്മൾക്ക് കിട്ടേണ്ടത് എന്താണ്, 3 ഹെഡ് കിട്ടണം അല്ലേ. സോ കെ വാല്യൂ നമ്മൾക്ക് എന്തായിരിക്കണം, കെ ഇസ് ഈക്വൽ ടു, സപ്പോസ് കെ ഇസ് ഈക്വൽ ടു ഞാൻ 3 എന്ന് എടുത്തു. അപ്പോൾ ഒരേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് എക്സ്പെരിമെന്റാ, എന്ത് പ്രോബബിലിറ്റി ആയിരിക്കും, ബൈനോമിയൽ ആയിരിക്കും അല്ലേ. ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക അല്ലേ. സോ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം കെ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, എൻ സി കെ പി റേസ് ടു കെ 1 മൈനസ് പി, ദാറ്റ് ഇസ് ക്യൂ റേസ് ടു എൻ മൈനസ് കെ ആയിരിക്കും അല്ലേ. സോ നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, നമ്മുടെ n 4 ആണ്, k എന്താണ് 3 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു n 4 ആണ്. സോ 4c3, പ്രോബബിലിറ്റി p 0.3, 0.3 റേസ് ടു 3 ഇൻറ്റു 1 മൈനസ് 0.3 ഈസ് 7 ഹോൾ റേസ് ടു 4 മൈനസ് 3 1
അല്ലേ? സോ 4c3 നമുക്ക് 4 വരും ഇൻറ്റു 0.3 ദി ഹോൾ ക്യൂബ് ഇൻറ്റു 0.7. ഈ വാല്യൂ നമ്മൾക്ക് വരുന്നത് ഇസ് 0.0756 ആണ്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.075 എന്നെടുക്കാം. സോ നമ്മൾക്ക് ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ഇഫ് എക്സ് ടെൻസ് ടു എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ്? ബൈനോമിയൽ ആണ് വിത്ത് 120 ആൻഡ് 0.04. അതായത് മ്യൂ 120 ആണ്, സിഗ്മ സ്ക്വയർ എന്താണ്? 0.04 ആണ്. അപ്പോൾ അത് എന്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തിലേക്കാണ് അപ്രോക്സിമേറ്റഡ് എന്നാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫോർ എൻ നമ്മൾക്ക് എന്താണ്? എൻ ലാർജ് ആണ് എങ്കിൽ അല്ലേ, എൻ ലാർജ് ആണ് ആൻഡ് പി സ്മോളും ആണ് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? പി സ്മോളും ആണ് എങ്കിൽ നമ്മൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബി എൻ പി അല്ലേ, ബി എൻ പി വിൽ ബി എന്തായിരിക്കും? അപ്രോക്സിമേറ്റഡ് ടു പ്രോബബിലിറ്റി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അല്ലേ? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാംഡ വെർ ലാംഡ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എൻ പി ആയിരിക്കും അല്ലേ? സോ ഇവിടെ നമ്മൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ചോദിച്ചിട്ടില്ല. നമുക്ക് എന്താണ് ബി എന്ന് പറയുന്നത്? നമുക്ക് എന്താണ് എൻ ഇസ് ഈക്വൽ ടു ഇവിടെ 120 ആണ്, പി ഇസ് ഈക്വൽ ടു 0.04 ആണ് അല്ലേ? സോ ബൈനോമിയൽ വിത്ത് എൻ 120 ആൻഡ് പി തന്നിട്ടുണ്ട്. അതായത് എൻ എന്താണ്? ലാർജ് ആണ്, പി സ്മോളും ആണ്. അങ്ങനെയാണ് എങ്കിൽ എന്തായി? ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറി. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരും. അടുത്ത വിച്ച് ഓഫ് ദീസ് റിലേറ്റിംഗ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മെസോകർട്ടിക്. മ്യൂ പ്ലസ് ഓർ മൈനസ് 1 സിഗ്മ കവേഴ്സ് 95.45% area. Coefficient of skewness is 3. The normal curve is unimodal. Quartile deviation is 4/5 sigma. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഒറ്റ ഒരു കാര്യം അറിഞ്ഞാൽ മതി. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മെസോകേർട്ടിക് ആണ്. മെസോകേർട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്റ്റോകേർട്ടിക്, പ്ലാറ്റികേർട്ടിക് എന്ന് 3 രീതിയിലുണ്ട് അല്ലേ? അതായത് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്താണ്? അത് മെസോകേർട്ടിക് ആണ്. പിന്നെ നമ്മൾക്ക് എന്തുണ്ട്? ലെപ്റ്റോകേർട്ടിക്കും പ്ലാറ്റികേർട്ടിക്കും, ഈ 3 രീതിയിലുണ്ട് അല്ലേ? പക്ഷേ നോർമൽ കർവ്സ് എല്ലാം നമുക്ക് എന്താണ്? സിമെട്രിക് ആണ്. സോ സിമെട്രിക് ആണ് എങ്കിൽ നമുക്ക് അത് എന്തായിരിക്കും? അത് മെസോകേർട്ടിക് ആയിരിക്കും അല്ലേ? ഇറ്റ് ഈസ് മെസോകേർട്ടിക് എന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അറിയാമെങ്കിൽ നമ്മൾക്ക് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് എന്നേ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് കിട്ടി. അപ്പോൾ അത് ഓപ്ഷനിൽ ഉണ്ടാവാൻ പാടില്ല അല്ലേ? അത് ഓപ്ഷനിൽ ഇല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. സോ ബാക്കിയുള്ളതിലേക്കൊന്നും നമ്മൾക്ക് പോകണമെന്നില്ല. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് ട്രൂ എന്ന് പറയാം. അടുത്തതിന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ടെസ്റ്റ് ഹാസ് എ മീൻ സ്കോർ ഓഫ് 120. സോ 120 ആണ് നമ്മൾക്ക് എന്ത്? മീൻ അല്ലെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു 120 എന്നെടുക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 23. ദാറ്റ് ഇസ് സിഗ്മ ഇസ് ഈക്വൽ ടു 23. ഇഫ് എ സ്റ്റുഡൻസ് സെഡ് സ്കോർ തന്നിട്ടുണ്ട്, സെഡ് ഇസ് ഈക്വൽ ടു 1.4 ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ സ്കോർ ഓഫ് ദി ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ സിഗ്മയും സെഡും മ്യൂവും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. സോ സെഡിൻ്റെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് 1.4 ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. മ്യൂ ഈസ് എന്താണ്? 120 ആണ്. സിഗ്മ എന്താണ്? 23 അല്ലേ? സോ ഇവിടുന്ന് എക്സ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. 1.4 ഇൻറ്റു 23 പ്ലസ് 120 നമുക്ക് എന്ത് തരും? എക്സിൻ്റെ വാല്യൂ തരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 152.2 ആയിരിക്കും. സോ നമ്മൾക്ക് ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മീൻ, മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോട്ട് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ മ്യൂവും സിഗ്മ സ്ക്വയറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ് മ്യൂവും സിഗ്മയും നമ്മൾക്ക് പറയാൻ പറ്റുക? സിഗ്മ ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ മ്യൂ ആയിരിക്കും. കാരണം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ബൈനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BNP ആണ് അല്ലേ? സോ BNP ആകുമ്പോൾ മ്യൂ എന്താണ്? NP ആണ്. അതുപോലെ സിഗ്മ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് സിഗ്മ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? NPQ ആണ് അല്ലേ? സോ നമ്മൾക്ക് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. സോ നമ്മൾക്ക് സിഗ്മ വിൽ ബി, അപ്പോൾ ഇവിടുന്ന് Q എന്താണ്? 1 - P ആണ്. സോ സിഗ്മ വിൽ ബി ലെസ് ദാൻ മ്യൂ ആയിരിക്കും അല്ലേ? സോ സിഗ്മ ലെസ് ദാൻ മ്യൂ ആണ് ആവുന്ന കണ്ടീഷൻ മാത്രം നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മതി. സോ സിഗ്മ ലെസ് ദാൻ മ്യൂ ആവുന്നത് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്?
ഇറ്റ് ഇസ് നോട്ട് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ട്രൂ അല്ലാത്തതാണ്. സോ സിഗ്മ ലെസ് ദാൻ മ്യൂ അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്തത് കണ്ടീഷണൽ PMF ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഗിവൺ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ y ഈസ് ഈക്വൽ ടു എക്സ് ഈസ് അൺഡിഫൈൻഡ് ആവുന്നത് എപ്പോഴാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഗിവൺ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? y ഈസ് ഈക്വൽ ടു y കണ്ടുപിടിക്കണം. അപ്പോൾ y ഈസ് ഈക്വൽ ടു y ആകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് നമ്മൾക്ക് ഇതെന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, y ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് y ഈസ് ഈക്വൽ ടു y ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾക്ക് അൺഡിഫൈൻഡ് ആവുന്നത് എപ്പോഴാ? ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. ഒരു ഇക്വേഷൻ അൺഡിഫൈൻഡ് ആവുക, ഡിനോമിനേറ്റർ 0 ആവുമ്പോഴാണ്. സോ പ്രോബബിലിറ്റി ഓഫ് y ഈസ് ഈക്വൽ ടു y ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരും. Next question is x follows a normal distribution, then p of x is equal to 0.5 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ എക്സ് എന്താണ്? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഒരു സിംഗിൾ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിൽ നമ്മൾക്ക് അവിടെ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തായിരിക്കും? അതായത് പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. സോ നമ്മൾക്ക് എക്സ് ഈസ് ഈക്വൽ ടു 0.5 അല്ല, ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്തായിരിക്കും? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് എക്സ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ നമ്മൾക്ക് അവിടെ പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ഇഫ് എക്സ് ഫോളോസ് n01 അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആൻഡ് y ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എങ്കിൽ ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് nx ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് y എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ത് ഫോളോ ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ഫോളോ ചെയ്യും? ഇവിടെ നമ്മൾക്ക് എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ്? n01 അല്ലേ. ആൻഡ് y ഫോളോ ചെയ്യുന്നത് നമ്മൾക്ക് കൈ സ്ക്വയറുമാണ്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? nx സ്ക്വയർ റൂട്ട് ഓഫ് nx ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് y അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് y ബൈ n. ഓക്കെ. അപ്പൊ y ബൈ n ആവുമ്പോൾ ഇത് നമ്മൾക്ക് എന്താ ഫോളോ ചെയ്യുക? ടി ടെസ്റ്റ് ആണ് അല്ലേ. ഇത് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നമ്മൾക്ക് വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? n ആയിരിക്കും. സോ ദിസ് ഈസ് എ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.